ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ പറയുന്നത് ആശ്വാസത്തിന്റെ പൊൻതിരിയുമായി 7 നക്ഷത്ര നാളുകൾക്ക് ഭാഗ്യം വരുന്നു എന്ന് വെച്ചാൽ ഇരട്ട ഭാഗ്യം എന്നൊക്കെ പറയാം. ധാരാളം പണം, പുതിയ വാഹനം, പുതിയ വീട്, അതുപോലെ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നു ഈ പറയുന്ന നാളുകാർക്ക്. ഇതിനൊക്കെ കാരണം ഈ വരുന്ന വ്യാഴമാറ്റം കൊണ്ടാണ് 7 നക്ഷത്രക്കാർക്ക് ഇരട്ട ഭാഗ്യം കൈവരുന്നത്. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നാം പറയുന്നത് ആ 7 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ് ഇനി വരുന്നത്. ഈ കാലഘട്ടത്തിൽ സമ്പത്ത്, ഐശ്വര്യം, ധനലാഭം എന്നിവ നേടാൻ സാധിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ന്യായമായ ആഗ്രഹങ്ങൾ മുഴുവനായും സഫലീകരിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി, വേതന വർധനവ് ഇവയുണ്ടാകും. ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതായിരിക്കും. ജോലി അന്വേഷിച്ച് വിഷമിച്ചവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള പദവി ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മുക്തനാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ്. ബിസിനസ് വളരുന്നതിന് സാഹചര്യം ഇണങ്ങും. നവസംരംഭങ്ങൾ തുടങ്ങുവാനാവും. ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത്. കാര്യവിഘ്നം ഒഴിഞ്ഞ് കാര്യപ്രാപ്തി ഭവിക്കും. പുതിയ കാര്യങ്ങളിൽ ഉന്മേഷത്തോടെ ഏർപ്പെടാനാവും. ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആദായകരമാവും. വിഭിന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ദമ്പതികൾക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതാണ്. പുതുവാഹനം വാങ്ങുവാനും ഭൂമി, വീട് എന്നിവയ്ക്കും യോഗം കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾ പറഞ്ഞാൽ തീരാത്തവയാണ്. എന്ത് ചെയ്തിട്ടും ഗുണം പിടിക്കാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയവരാണിവർ. ഇനി വരുന്ന കാലഘട്ടം വളരെ അനുകൂലവും സർവശ്രേഷ്ഠവുമാണ്. ഇവർ ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും. ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ്. സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം വന്നു ഭവിക്കുന്നതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഭവിക്കും. ചെറുപ്പക്കാർ ലക്ഷ്യബോധത്തോടെ കർമ്മവ്യാപൃതരാകും. പ്രണയിനികൾക്ക് ആദ്യത്തെ തടസ്സങ്ങളൊക്കെ മാറി ഒന്നിക്കാനാവും. 3ാം തലമുറയെ ലാളിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ജീവിത നിലവാരം വളരെ മെച്ചപ്പെടും. വളരെ കാലങ്ങളായി തൊഴിൽ അന്വേഷിച്ചു നടന്നവർക്ക് അവരുടെ പഠിപ്പിനൊത്ത ജോലി ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നാളുകാർക്ക് ഇനിയുള്ള കാലം നല്ല ഫലങ്ങൾക്ക് കാരണമാവും. ഉദ്യമങ്ങൾ ഉണർവുണ്ടാവും. വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാവും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഭവിച്ചേക്കാം. കടബാധ്യതകൾ ഭാഗികമായി വീട്ടാനാവും. മക്കളുടെ ഭാവി സംബന്ധിച്ച ഉത്കണ്ഠകൾക്ക് പരിഹാരം തെളിയുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും. സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ കൈവരും. ആത്മീയ സാധനങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. ചിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്രങ്ങൾ കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചേക്കാം. സ്ഥിരമായ തൊഴിലും വേതനവും വന്നു ചേരും. നാട്ടിലെ വസ്തു വിറ്റ് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ലാറ്റ് വാങ്ങുവാനാവും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിക്കാൻ കഴിയുന്നതാണ്. പ്രണയിനികൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. ഇനിയുള്ള കാലം അത്തം നക്ഷത്രക്കാർക്ക് വളരെ നന്മകൾ സൃഷ്ടിക്കുന്നതാണ്. ഉദ്യോഗസ്ഥിതി കൈവരും. സാമൂഹികമായ അവഗണനകൾക്ക് അവസാനം ഉണ്ടായേക്കാം. പുതുകാര്യങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി ലഭിക്കുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ ഒട്ടാകെ പരിഹരിക്കപ്പെടും.
സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ദൃഢമാവും. വീടുപണി പൂർത്തിയാക്കി താമസം ആരംഭിക്കുവാനാവും. മക്കളുടെ ശ്രേയസിൽ അഭിമാനമുണ്ടാവും. കർമ്മ മേഖലയിൽ സ്വാതന്ത്ര്യമുണ്ടാവും. സ്വന്തം വാക്കുകളും നിലപാടുകളും ഒപ്പമുള്ളവർ സ്വീകരിക്കുന്നതാണ്. അകലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് ഗൃഹസമീപത്തിലേക്ക് മാറ്റം കിട്ടുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അർഹതയ്ക്കൊത്ത നിയമനം ലഭിക്കും. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ഏർപ്പെട്ട നിയമപ്രശ്നങ്ങൾ പരിഹൃതമാവും. ക്ഷേത്ര പുരാതന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഗവേഷണം പൂർത്തിയാക്കാനാവും. ധനവരവ് കൂടാനിടയുണ്ട്. പാരമ്പര്യ ചികിത്സകൾ ഫലപ്രദമാകുന്നതാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും ഇനി സൗഭാഗ്യത്തിന്റെ ദിനങ്ങളായിരിക്കും വരിക. തൊഴിൽ രഹിതർക്ക് വരുമാന മാർഗം തുറന്നു കിട്ടുന്നതായിരിക്കും. പൂട്ടിയ സ്ഥാപനം അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും തുടങ്ങുന്നതിന് സാധിക്കും. തുടർ വിദ്യാഭ്യാസം ആശയ്ക്കൊത്ത വിധം നടക്കും. ചിട്ടി, ഇൻഷുറൻസ്, മുൻ കുടിശ്ശിക നറുക്കെടുപ്പ് ഇവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. ജന്മനാട്ടിലെ വീട് പുതുക്കുവാനും ഇടയ്ക്കിടെ പോയി തങ്ങുവാനും കഴിയുന്നതാണ്. പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. ആസൂത്രണ മികവും നിരന്തര പ്രയത്നവും വിജയ ഘടകങ്ങളാവും. ഭൂമിയിൽ നിക്ഷേപം നടത്താനും ലാഭമുണ്ടാകുവാനും സാഹചര്യം അനുകൂലമാണ്. ചെറു സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഇക്കാലം ഗുണകരമാണ്. മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതിനാൽ തൊഴിലിടത്തിൽ ആദരിക്കപ്പെടും. കടബാധ്യതകൾ കുറേശ്ശെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞേക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകും. ഭൂമി, സ്വർണം ഇവയിൽ നിന്നും ആദായമേറും. ഇവർക്ക് ഗാർഹിക സുഖം ആസ്വദിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇനിയുള്ളത്. ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സന്തോഷിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സംഘടനകളിൽ നേതൃപദവി ലഭിക്കാവുന്നതാണ്. വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാവാനും ഈ സമയം നല്ലതാണ്. കലാപ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കാൻ സാഹചര്യം ഒത്തിണങ്ങുന്നതാണ്. സന്താനങ്ങളില്ലാതെ വളരെ കാലമായി വിഷമിക്കുന്നവർക്ക് ശുഭഫലമുണ്ടാവും. കുടുംബാംഗങ്ങളുടെ കൂട്ടായ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കും. മക്കളുടെ കാര്യത്തിലുള്ള എല്ലാ ഉത്കണ്ഠകളും മാറിക്കിട്ടും. നീണ്ട കാലമായി രോഗശൈലായവർക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവും. വീടോ വസ്തുവോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. വിദേശത്തു ജോലി ചെയ്യുന്നവർക്ക് അർഹതയുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കാൻ സന്നദ്ധ കാട്ടും. ആത്മവിശ്വാസം തുണയാകും. പുതിയ ഭാഷ, സാങ്കേതിക വിഷയങ്ങൾ എന്നിവ പഠിക്കാൻ സാധിക്കും. വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമാദരിക്കപ്പെടും. വിദേശത്തു പഠിപ്പ്, തൊഴിലവസരം ഉണ്ടാവുന്നതാണ്. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ കാലഘട്ടമാണ് ഇനി വരുന്നത്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ന്യായമായ ആഗ്രഹങ്ങൾ മുഴുവനായും സഫലീകരിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി, വേതന വർധനവ് ഇവയുണ്ടാകും. ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതായിരിക്കും. ജോലി അന്വേഷിച്ച് വിഷമിച്ചവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള പദവി ലഭിക്കുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മുക്തനാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിൽക്കാതെ കിടക്കുന്ന പൂർവികമായ വസ്തു വിൽക്കാനാവും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഭവിച്ചേക്കാം. കടബാധ്യതകൾ ഭാഗികമായി വീട്ടാനാവും. മക്കളുടെ ഭാവി സംബന്ധിച്ച ഉത്കണ്ഠകൾക്ക് പരിഹാരം തെളിയുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരും. പുതിയ കാര്യങ്ങളിൽ ഉന്മേഷത്തോടെ ഏർപ്പെടാനാവും. ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആദായകരമാവും. വിഭിന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ദമ്പതികൾക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതാണ്. പുതുവാഹനം വാങ്ങുവാനും ഭൂമി, വീട് എന്നിവയ്ക്കും യോഗം കാണുന്നുണ്ട്. 7 നക്ഷത്രക്കാരെ കുറിച്ചും നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
ഇനി സർവേശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക, എല്ലാം നല്ലതായിട്ട് തന്നെ ഭവിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.